ഇതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല, ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് അത്രയും വലിയ ബാക്കപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഇവരെല്ലാം വളരെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി, ഞാനത് ആരോടും മിണ്ടാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. വേറെ സ്ത്രീകൾ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ പറഞ്ഞു, അവരോടും പറയുന്ന ഇതാണ്, ഇപ്പൊ ഞങ്ങൾ അറിഞ്ഞു പറഞ്ഞു ഇനി ആരോടും പറയരുത്. ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാട്. പലരുടെയും ആഴത്തിലുള്ള രഹസ്യങ്ങൾ അറിയാം എന്നത് ജീവന് പോലും ഭീഷണിയാണ്. അതെ, ആണ് ആണ് പലരുടെയും പല കാര്യങ്ങളും അറിയാം. ഈ അസോസിയേഷൻ എന്ന് പറയുന്നതിനകത്തും ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അതെ, അതേപോലെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെയും ഒരു ഇൻഫ്ലുവൻസ് ഈ അസോസിയേഷനിലും ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഒക്കെ നിങ്ങൾക്കും ഒക്കെ. ഇൻഫ്ലുവൻസ് അല്ല, അമ്മ എന്ന് പറയുന്ന അസോസിയേഷന്റെ ഉപസംഘടനയാണ് ഇതെന്നേ പറയാൻ പറ്റും. കാര്യം കംപ്ലീറ്റ് മാനേജ് കൺട്രോൾ ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഒരുമാതിരി കൊള്ളാവുന്ന ആക്ടേഴ്സും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒന്നും ഈ സംഘടനകളുടെ ഒന്നും ഭാഗമല്ല. ശ്രദ്ധിച്ചു നോക്കൂ, ഒന്ന് വിളിച്ചാൽ ഫോൺ എടുക്കണ്ടേ ആരെങ്കിലും? കിട്ടത്തില്ലല്ലോ, ഒരു നിർമ്മാതാക്കൾക്കും കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ പിന്നെ പിന്നെ ഈ ശിങ്കിടിയായിട്ട് നിൽക്കുന്ന ചില നിർമ്മാതാക്കളുണ്ടല്ലോ, ഇപ്പം ചിലപ്പോ ഈ പോലുള്ള ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ കസേര വലിച്ചിട്ട് കൊടുക്കാനും വാതിൽ തുറന്നു കൊടുക്കാനും ആളെ തള്ളിമാറ്റാനും ഒക്കെ നിൽക്കുന്ന പോലത്തെ അങ്ങനെയുള്ളവർക്ക് ചിലപ്പം കിട്ടും. ഇവിടെ ഇവരുടെ കനിവിന് വേണ്ടി നിൽക്കേണ്ടവരാണല്ലോ സ്ത്രീകൾ പലപ്പോഴും. ഇപ്പം ആക്ടിങ്ങിൽ വന്നവരാണെങ്കിലും ഒക്കെ. ഇപ്പൊ എന്റെ ഇഷ്യൂ വന്നതിന് ശേഷം എത്രയോ സ്ത്രീകളാണെന്നറിയോ എന്നെ വിളിച്ച് സംസാരിച്ചേക്കുന്നത്. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plants നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ദ ക്രൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ എന്നോടൊപ്പം സാൻഡ്ര തോമസും സാൻഡ്രയുടെ എല്ലാമായ വിൽസൺ ചേട്ടനുമാണ് ഇന്ന് നമ്മളോടൊപ്പം ദ ക്രൂവിൽ ജോയിൻ ചെയ്യുന്നത്. ഹലോ, ഹായ്, സുഖമായിട്ടിരിക്കുന്നല്ലോ? ഇത് ഞങ്ങളിപ്പോ ഇന്നിവിടെ ഇരിക്കുന്നത് വിൽസൺ ചേട്ടന്റെ വീട്ടിലാണ്. നല്ല ബ്യൂട്ടിഫുൾ ഹൗസ്, പണ്ട് മുതലുള്ള. വിൽസൺ ചേട്ടൻ ജനിച്ചു വളർന്ന വീടാണ്. അച്ഛന്റെ വീട് നിലമ്പൂർ എടക്കരയാണ്. ഇവിടെ ഞങ്ങള് താമസിക്കുന്ന വീടാണ്. ഓക്കെ, പക്ഷെ ഇതും പണ്ടത്തെ വീടല്ലേ? അതെ, പഴയ വീട്. അപ്പൊ വിൽസൺ ചേട്ടൻ അവിടെ ഇവിടെ ആയിട്ടായിരുന്നോ? അവിടെ തന്നെയാണ്. പക്ഷെ ഈ വീട് നല്ല ഭംഗിയായിട്ട് മാനേജ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് OCD ഉണ്ട്. ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു, ഓർക്കുണ്ടോ? OCD ഉണ്ട്. ശരിയാ, ഇതൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ നിക്കണം. അപ്പൊ ഈ വീട് ഇത്ര മനോഹരമായിട്ട് വെച്ചിരിക്കുന്നത് പിള്ളേരെ ഒരു സ്ഥലത്ത് തൊടാൻ സമ്മതിക്കത്തില്ല. സാധാരണ പിള്ളേരുള്ള വീടുകളിൽ എങ്ങനെയായിരിക്കും ഭിത്തിയൊക്കെ കിടക്കുന്നത്, ഇത് ഭിത്തിയിലൊന്നും തൊടാൻ സമ്മതിക്കണ്ടേ? അവർക്ക് റൂം കൊടുത്തിട്ടുണ്ട്, അവിടെ വരച്ചോളാം. ആ റൂമിൽ നിങ്ങൾ എന്ത് വായിക്കോളൂ, അങ്ങനെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കൊണ്ടിരുത്താൻ പറ്റുമോ പിള്ളേരെ? അവര് അവരങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് അവരിയ്ക്കുകയല്ല, അവർക്കിങ്ങനെ എല്ലാരും ഉള്ളിടത്തേ അവരിയ്ക്കുകയുള്ളൂ. അപ്പം അച്ഛനില്ലാത്ത സമയത്ത് ഭിത്തിയിലൊക്കെ വരച്ചു വെക്കും. എന്നിട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് പാടാ, ഞാൻ ഫുൾ ക്ലീൻ ആക്കി വെച്ചിട്ട് വേറൊരു പെയിന്റ് ഉണ്ടല്ലോ, എത്ര വരച്ചാലും ഇതാക്കിയാലും ചെളി പറ്റിയാലും വാഷബിൾ ആയിട്ടുള്ളത്. ഞാൻ എന്നിട്ട് എന്റെ കഷ്ടപ്പാടുണ്ടല്ലോ, ഞാൻ എന്നിട്ട് എല്ലാം റെഡിയാക്കി ഇതൊക്കെ ഇങ്ങനെ നേരെ വെച്ച് ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടിരിക്കും. വന്ന് കേറി ഉടനെ ഇതാരങ്ങനെ ആക്കിയത്, അതാരും ഇങ്ങനെ ആക്കിയത്, അതങ്ങനെ ഭയങ്കര ബഹളായിരിക്കും. അല്ല, നിങ്ങൾ ഇത്രയും എക്സ്ട്രീം ലെവലിൽ നിൽക്കുമ്പോ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യണം? ചേട്ടൻ ഭയങ്കര ഞാനങ്ങ് ക്ഷമിക്കൂ, അല്ലാതെ കണ്ടില്ല കേട്ടില്ല പോയപ്പോ ഇങ്ങനത്തെ ഒരു സ്റ്റൈലായിരിക്കും അല്ലെ? ചേട്ടൻ ഇത്ര നാളായിട്ടും പറഞ്ഞിട്ട് സാൻഡ്ര ഈ ഒരു കാര്യത്തിൽ മാറിയിട്ടില്ല എന്ന് തോന്നുന്നത് എന്തായിരിക്കും? ഈ കാര്യത്തിൽ തന്നെ എത്ര പറഞ്ഞാലും. അപ്പൊ നമ്മുടെ അവള് പിള്ളേരുടെ ഇഷ്ടത്തിന് വിടും, പിള്ളേര് കളിച്ചോട്ടെ. അല്ല, പിന്നെ ഞാനും കുറച്ചൊക്കെ ഇപ്പൊ കുറെ അഡ്ജസ്റ്റ് ആയി. ഇപ്പോ സാൻഡ്ര ഫേസ് ചെയ്യണ കുറെ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം വരുന്നതൊക്കെ നമുക്കിനി കുറച്ച് ആ ഒരു ടോപ്പിക്കിലേക്കും കൂടെ വരാം. ബാക്കി എന്തൊരു അസോസിയേഷനോ ഏതൊരു മേഖലയിലോ എന്തിലാണെങ്കിൽ പോലും പനിഷ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ കേട്ടിരിക്കുന്നതൊക്കെ 3 months ഒരു സസ്പെൻഷൻ ഉണ്ട് ഏതൊരു ഇതിലാണെങ്കിലും. എന്നിട്ടും നന്നായിട്ടില്ല, അല്ലെ പിന്നെയും ക്രിമിനൽ ഇത് സാധനം കാണിക്കുക, പിന്നെയും നെഗറ്റീവ് സൈഡ് വരുമ്പോഴാണ് കമ്പനി കംപ്ലീറ്റ് ആയി അവരെ ഡിസ്മിസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് പോണത്. പക്ഷെ നമ്മുടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒറ്റയടിക്ക് സാൻഡ്രേനെ അങ്ങ് കൈവിട്ട് കളഞ്ഞിരിക്കുകയാണ്. സാൻഡ്രയ്ക്ക് അങ്ങനെ ഒരു തോന്നൽ തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇവർ ഒറ്റയടിക്ക് അങ്ങനെ ഒരു ഇത് വരുന്നത്? അല്ലെങ്കിൽ ഞാൻ ഈ ഷൈനികത്തിന്റെ ഈ സിനിമ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നിയിട്ടില്ല? ഇല്ല. അത് എനിക്ക് അവര് തന്നെ പുറത്താക്കിയപ്പം എനിക്ക് സത്യം പറഞ്ഞ എന്നോട് തന്നെ എനിക്ക് അഭിമാനം തോന്നി. അതിന്റെ ഒരു കാരണം ഇത്രയും വലിയ ആൾക്കാര്
ഇത്രയും സിനിമകൾ ചെയ്ത ഇത്രയും ആൾക്കാര് അവരെല്ലാരും എന്നെ ഭയന്നില്ലേ? എന്റെ ചോദ്യങ്ങളെ അവർ ഭയന്നില്ലേ? അവർക്കൊന്നിനും ഉത്തരങ്ങളില്ലല്ലോ. ഉത്തരം ഇല്ലാത്തതിന് കൊഞ്ഞനം കുത്തല്ലല്ലോ വേണ്ടത്. അതിനവര് അവരിരിക്കുന്ന ഒരു റെസ്പോൺസിബിൾ പൊസിഷനിലാണ്. അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ സ്ത്രീകൾ ചോദിച്ച ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് ഉത്തരവില്ല. അത് ചോദിച്ചത് അവർക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ട് അവര് പുറത്താക്കി. നമുക്ക് ഏതൊരു സംഘടനയിലും അല്ലെ ഏതൊരു പ്രസ്ഥാനത്തിലും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അത് പറയാലോ. നമുക്ക് അത് പറഞ്ഞതിന് ഒരാളെ പുറത്താക്കുകയാണോ വേണ്ടത്? അല്ലല്ലോ. ഇതിപ്പം ഞാൻ ബേസിക്കലി അവരെന്നെ പുറത്താക്കിയേക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ കേസ് കൊടുത്തു എന്നുള്ളതാണ്. എന്റെ നേരെ ഒരു അതിക്രമം ഉണ്ടായി, എനിക്ക് എനിക്ക് ശരിയല്ല എന്ന് തോന്നി, അതിന് ഞാൻ പ്രതികരിച്ചു. ആ പ്രതികരിച്ച ഞാൻ ചില വ്യക്തികൾക്ക് അഗെയിൻസ്റ്റ് ആണ് പ്രതികരിച്ചേക്കുന്നത്. ക്ലിയർ ആയിട്ട് സാൻഡ്ര പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ നിൽക്കുന്ന അസോസിയേഷനിൽ നിന്ന് എന്നെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അതിനകത്ത് കൂട്ടുപ്രതികളല്ലേ? അപ്പൊ അവരെല്ലാരും അതിനെ പിന്താങ്ങുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവരെല്ലാവരും കൂട്ടുപ്രതികളാണ് ഇതിന്റെ. അപ്പൊ സത്യം പറഞ്ഞാൽ അവരെന്നെ പുറത്താക്കി എന്ന് കേട്ടപ്പോ, പുറത്താക്കി എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ അഭിമാനമാണ് തോന്നിയത്. സത്യത്തിൽ എന്നെ അവര് ഭയന്നല്ലോ. എന്നെ പോലെ ഒരാളെ, ഞാൻ അവരുടെ അത്രയും സിനിമകളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇൻഡസ്ട്രി വന്നിട്ട് 14 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അവരൊക്കെ ഒരുപാട് പടങ്ങൾ ചെയ്ത ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെല്ലാരും എന്നെ പോലെ ഒരാളെ അവര് ഭയന്നല്ലോ. നമ്മൾ കാണുന്ന സാൻഡ്ര ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. എപ്പോഴും ഇന്റർവ്യൂസിലാണെങ്കിലും വന്നിരുന്നിട്ടാണെങ്കിലും എപ്പോഴും ഫൈറ്റ് ചെയ്യാൻ വളരെ ഞാൻ കേപ്പബിൾ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാത്തിനോടും എഗെയിൻസ്റ്റ് ആയിട്ട് തനിക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ എപ്പോഴും ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു ഗട്ട്സ് ഉള്ള ഒരു ലേഡിയും കൂടിയാണ്. അപ്പൊ ഇത്തരം ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴും വീട്ടിലെങ്ങനെയായിരുന്നു സാൻഡ്ര അത് ഹാൻഡിൽ ചെയ്തതും? ഈ പറയുന്ന പോലെ ഡൗൺ ആയിരുന്നു ആക്ച്വലി ഭയങ്കര ഡെസ്പ് ആയിരുന്നു, മിണ്ടുന്നൊന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ ചോദിച്ചാൽ എന്താ, അപ്പൊ ഞാൻ പറഞ്ഞു യൂഷ്വലി ആണുങ്ങൾ അങ്ങനെയാണല്ലോ, അപ്പം അവരൊരു ഡോമിനൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരൊരു ഈഗോ, മെയിൽ ഈഗോ, അത് നീ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർക്ക് അതൊന്നും ശരിയാവുന്നില്ല. എനിക്ക് പാനിക് അറ്റാക്കിലേക്ക് വന്നു. അത് എനിക്ക് മനസ്സിലായില്ല, ഇത് പാനിക് അറ്റാക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതാണ് ഞാൻ ത്രൂ ഔട്ട് കരയാണ്. എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് ഈ ബാത്റൂമിലൊക്കെ കയറിയിട്ടേ, ഞാൻ എന്നിട്ട് നമുക്ക് ഈ തല നനഞ്ഞു കഴിയുമ്പം ഒന്ന് കൂളായി കഴിയുമ്പം ഷവറിൽ നിന്ന് കരഞ്ഞോണ്ടിരിക്കുക. അപ്പൊ അച്ഛൻ വന്ന് നിന്നിട്ടേ, ഞാൻ അന്ന് ഇന്റർവ്യൂല് പറഞ്ഞു നടക്കും, നമ്മള് പിണങ്ങിന്ന് കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ വെറുതെ വിടൂല, പുറകെ നടക്കുക. അപ്പൊ ഇത് ഞാൻ അവിടെ നിന്ന് എനിക്ക് വിഷമം വന്നിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക. അപ്പം കൊട്ടിക്കൊണ്ടിരിക്കുക, ഞാനാണെങ്കിൽ സമാധാനം ഞാൻ വിചാരിച്ചു തൈറോയിഡിന്റെ വല്ലാണോ, ഇനിയിപ്പോ അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ, ഇനിയിപ്പം അങ്ങനെ വല്ല എന്റെ ഒരു ആഫ്റ്റർ ഇതാണോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇവള് ഇങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്തപ്പോഴാണ് അച്ഛൻ എന്നോട് പറഞ്ഞ എന്താ, ഞങ്ങള് ആ ആഴ്ച തന്നെ വണ്ടാഴി പോയി പേരൻസിന്റെ അടുത്ത്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞ് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് മാറി, എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു മനസ്സിന് സന്തോഷമാണ്. പിന്നെ എന്റെ പപ്പയും മമ്മിയും കാണുകയും എല്ലാവരുടെയും കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോ, പക്ഷെ ഞാൻ അപ്പോഴും ഡെസ്പായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അച്ഛൻ പറയുക നമുക്കൊരു നാരങ്ങാവെള്ളം കുടിക്കാൻ പോവാന്ന് പറഞ്ഞോണ്ട് പ്രിയാന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ ഇറങ്ങി പോയ വഴിക്കാൻ അച്ഛൻ പറഞ്ഞു നമുക്ക് ചെന്നൈക്ക് പോയാലോ എന്ന്. അതോ അച്ഛൻ എന്നോട് ചെന്നൈക്ക് പോകുന്നതിന് മുമ്പ് പിള്ളേരെയാണോ അച്ഛനെയാണോ കൂടുതൽ ഇഷ്ടം എന്താ ചോദിച്ചു എന്റെ അടുത്ത്. എന്തോ ഒരു സാധനം അതിലെനിക്ക് വീണ്ടും ട്രിഗറായി. എന്നിട്ട് പിന്നെയും കിടന്നങ്ങ് കരയാൻ തുടങ്ങി. രണ്ടാമത് അപ്പം ഞാൻ പറഞ്ഞു നമുക്കിന്ന് ഡോക്ടറെ എല്ലാം കാണാം, അങ്ങനെ എന്തെങ്കിലും ഡിപ്രഷനോ അങ്ങനെ വല്ലതും ആണെങ്കിൽ, പാനിക് അറ്റാക്ക് ആണെങ്കിൽ നമുക്ക് ഈ ഇതായിട്ട് വലിയ ഇതിനെ ഇങ്ങനെ അനുഭവം ഇല്ല. പാനിക് അറ്റാക്ക് അങ്ങനെ നമ്മൾ പിന്നെ എല്ലാം നേരിടാണല്ലോ. എനിക്കും കണ്ടിട്ടില്ല, ഞാനും ഈ പറഞ്ഞു കേട്ടിട്ടുള്ള ആൾക്കാർ പാനിക് അറ്റാക്ക് വരുന്നു എന്നൊക്കെ. അപ്പൊ ഞാൻ ഈ കളിയാക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഇത് നമുക്കാർക്കും വരുന്നില്ലല്ലോ, ഇതെങ്ങനെയാ ഇവർക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെനിക്ക് ഈ ഓവർ പ്രഷർ താങ്ങാൻ മേലാതായി. ഈ സ്ട്രെസ് മുഴുവൻ എല്ലാരും കൂടി ഇട്ട് പ്രഷർ തരികയല്ലേ. അപ്പൊ ഞാൻ കുറെയൊക്കെ പിടിച്ചു നിൽക്കുകയാണ്, എനിക്കിതൊന്നും എഫക്ട് ചെയ്യുന്നില്ല, ഇതൊന്നും എന്നെ എഫക്ട് ചെയ്യുന്നില്ല, ഓക്കെ നിങ്ങൾ എന്തുകൊണ്ടെങ്കിലും ചെയ്തോ, നമ്മളിത് കുറെ നാളായിട്ട് കാണുന്നില്ലേ. ഇതൊക്കെ ഞാൻ പുറമേ കാണിക്കുമെങ്കിലും അതെനിക്കങ്ങ് ഇതിന്റെ അങ്ങ് പീക്കിലെത്തി. അതാണ് ഈ പാനിക് അറ്റാക്കിലേക്ക് വന്നത്. പിന്നെ ഞാൻ ഇത് ഒരു സൈഡിൽ ഇതുണ്ടെങ്കിലും എനിക്ക് മറു സൈഡില് ഇപ്പൊ അച്ഛനെയും പിള്ളേരെയും ഒക്കെ കാണുമ്പോഴും ഈ വീട്ടിൽ പോകുമ്പോഴും ഇതെല്ലാം മാറും. അപ്പൊ എനിക്കിങ്ങനെ സ്വിച്ച് ഇട്ട പോലെ
സിനിമയില് ഈ പറയുന്ന പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഹാപ്പിയാ, റിലാക്സ്ഡ് ഭയങ്കര ഹാപ്പി. അപ്പൊ ഇതാണെങ്കിലും ബാക്ക് ഓഫ് ദ മൈൻഡ് ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതിന്റെ ഇടയിൽ ആൾക്കാര് ഈ പൈസക്ക് വേണ്ടി വിളിക്കുന്നു, ഇത് ചെയ്യുന്നു, ഭയങ്കര പ്രഷറാ എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ കൂടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ നമ്മളോട് ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്യുക. ഇനിയും അവരുടെ മുന്നിൽ തന്നെ പോയി നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേറി. ഇനി നമുക്ക് അത് തന്നെ ഈ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഇനിയും ഇവരെ തന്നെ കാണേണ്ടി വരുന്നു, ഇവരുടെ അടുത്ത് തന്നെ പോയി നിൽക്കേണ്ടി വരുന്നു. ഇതൊക്കെ എനിക്ക് ഭയങ്കര, ഇതൊക്കെ ഇങ്ങനെ പിന്നെയും ഈ തലയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ പാനിക് അറ്റാക്കിലേക്ക് വരുന്നത്. 2 പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ ഡോക്ടറെ കാണണോ അതോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്ക് ഡോക്ടറെ കാണാൻ പേടി. ഒരു മരുന്ന് കഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഈ ആന്റി ഡിപ്രസൻസും അതും ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ പണിയാവും, ഉറക്കം പോവും, അത് ഇത് അല്ല കൂടുതൽ ഉറങ്ങും, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാൻ 1-2 ഹീലേഴ്സിനെ കണ്ടു. ഹീലേഴ്സിനെ കണ്ടിട്ട് എനിക്ക് വർക്കാവുന്നില്ല, എനിക്കിതൊന്നും വർക്കാവുന്നില്ല. കാര്യം ഞാൻ അവരോട് സംസാരിച്ചു കഴിയുമ്പോൾ എൻ്റെ അത്രയും പോലും ഒരു അറിവ് അവർക്ക് ആ കാര്യങ്ങളെ കുറിച്ച് ഇല്ല എന്ന് എനിക്ക് പലരോട് സംസാരിച്ചപ്പോൾ തോന്നി. പിന്നെ ഞാൻ അതും വിട്ട് കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ സ്വയം ഞാൻ അതിനെ തിരിച്ച് ഫൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് എനിക്കിങ്ങനെ നമ്മളെ മെഴുകിക്കൊണ്ടേ ഇരിക്കും. അതെനിക്ക് ഇനി ഞാൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് നിൽക്കാനല്ല, ഇത് പോട്ടെ. പിന്നെ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്കിത് സംഭവിച്ചു, ഞാനത് മിണ്ടാതിരിക്കുന്നു. നാളെ ഇത് വേറൊരു പെൺകുട്ടിക്ക് ഇതിന്റെ അപ്പുറം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ കുട്ടിയൊക്കെ കൂടുതൽ വിഷമിക്കാൻ പോകുന്ന ഞാനായിരിക്കും. ഞാനിതൊന്ന് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാത്തതുകൊണ്ടാണല്ലോ ഇന്ന് വേറൊരാൾക്ക് ആ അനുഭവം ഉണ്ടായത്. അപ്പൊ അതൊരിക്കലും ഞാൻ കാരണം ഒരാൾക്ക് വേറൊരാൾക്ക് ആ ബുദ്ധിമുട്ട് ഇനി ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ചെടുത്തുനിന്നാണ് ഞാൻ കേസ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, അങ്ങനെ സ്വയം റിയലൈസ് ചെയ്ത് അങ്ങനെയാണ് ഫൈറ്റ് ബാക്ക് ചെയ്യാനായിട്ട് തോന്നിയതും കാര്യങ്ങളും എല്ലാം. അല്ല എന്റെ മെന്റൽ ഹെൽത്തിനെ അത് എഫക്ട് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അത് എത്ര നല്ലൊരു കാര്യം. സ്വയം ആ ഒരു റിയലൈസേഷൻ വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. ചിലർ അതോടെ അങ്ങ് എത്ര സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാലും അതോടെ തകർന്നു പോകും. ഞാൻ പക്ഷെ കെ ജോസഫാണ്. എത്രയോ പ്രാവശ്യം നമ്മൾ ഈ റോക്ക് ബോട്ടം ആയേക്കുന്നു, എത്രയോ പ്രാവശ്യം നമ്മൾ ഒരുപാട് മെന്റൽ സ്ട്രെസ്സിൽ കൂടെ കടന്നു പോയേക്കുന്നു. അപ്പം നമ്മൾ അതിൽ തളർന്നു പോയാൽ അതൊക്കെ ഒരു ടൈം പീരീഡ് മാത്രമാണ്. ഈ ടൈം പീരീഡിൽ നമ്മൾ അതിൽ നമ്മൾ വീണുപോയാൽ നമ്മൾ തളർന്നുപോയി, നമ്മൾ വീണുപോയി. പക്ഷെ അതിനെ എന്ന് നമ്മൾ നേരിടാൻ തീരുമാനിക്കുന്നു, അതിനെ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, അന്ന് നമ്മൾ പക്ഷെ നമ്മൾ എപ്പോഴും ഈ ധൈര്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഒരു പ്രതിസന്ധിയെ നമ്മൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തു, രണ്ടാമത്തേന്നും 10 തവണ ആകുമ്പോഴും ചിലപ്പോൾ നമ്മളും സാധാരണ മനുഷ്യരാ. എപ്പോഴെങ്കിലും ഒരു ഇതിൽ നമുക്കൊരു ഇത് വന്നിട്ട് നമ്മൾ ചിലപ്പോൾ തളർന്നു പോയി എന്ന് വരാം. ഒറ്റയ്ക്ക് നമ്മൾ എത്ര നാൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യും എന്നുള്ള ഒരു തോട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടില്ലേ? പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ വരാറുണ്ട്. അങ്ങനെ വന്നാണ് ഇതിലേക്ക് വന്നത്. ഞാൻ ഈ പാനിക് അറ്റാക്ക് പോലുള്ള കാര്യങ്ങളിലേക്ക് വന്നത് ഞാൻ അതിലാണ്. ഇത് തന്നെ ഞാൻ എത്രയാന്ന് വെച്ചാൽ ഇവരോട് എല്ലാം വലിയ ആൾക്കാര്, ഞാനപ്പോ തിരിച്ചു ഫൈറ്റ് ചെയ്യേണ്ടത് ഒരു ഇൻഡസ്ട്രിക്ക് അഗെയിൻസ്റ്റ് ആണ്. അപ്പൊ ഇവരെയൊക്കെ താങ്ങി നിൽക്കുന്നത് അതിലും വലിയ ആൾക്കാര്. അപ്പം ഞാൻ ഇത്രയും പേർക്കെതിരെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും? അത് വേണോ വേണ്ട, ഇവര് തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തും. എന്റെ അടുത്ത് പറയാം. അപ്പൊ ഞാൻ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചെയ്തത് ശരിയായില്ല എന്ന് ഞാൻ അവരോട് ഡയറക്റ്റ് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ എന്നോട് കാണിക്കാൻ പാടില്ലായിരുന്നു. അപ്പം അവര് പറയുന്നത് ഇതിന് സാൻഡ്രയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായി, ഇതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്നെ കേറി പിടിച്ചേക്കുന്നൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ഞാൻ കേസുമായിട്ട് പോയാലും ഞാൻ ജയിക്കാൻ പോകുന്നില്ല. വെറുതെ ഒരു ബഹളം ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെറുതെ ഒരു ഇതുണ്ടാക്കി ആൾക്കാരെ എല്ലാം ശത്രുക്കളാക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മളും റീതിങ്ക് ചെയ്യുള്ളൂ, ശരിയാണല്ലോ, ഇതിന് പോണോ നമ്മൾ. കാര്യം ഇതിനകത്തൊരു എന്താ പറയാ, ഒരു ക്രിമിനൽ ഒഫൻസ് ഇല്ല. ഒരു ക്രിമിനൽ ഒഫൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കും അറിയില്ല. അപ്പൊ എനിക്കും സംശയമായി, ഇതെന്താ പോണോ വേണ്ടയോ. പക്ഷെ അതെനിക്ക് പറയണം എന്നുണ്ട്, പുറത്തോട്ട് പറയണം എന്നുണ്ട്. ഇവര് ചെയ്യുന്നത് ശരിയാണല്ലോ, ശരിയല്ലല്ലോ, ഇനിയും പലരും അതിന്റെ പേരിൽ അനുഭവിക്കാം. അതുകൊണ്ട് തന്നെ എനിക്കത് പുറത്തേക്ക് പറയണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ വീണ്ടും ബലിയാടാവും എന്നുള്ളത് കൊണ്ട് അതെന്നെ ഇവര് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇത് ഫൈറ്റ് ചെയ്യും എന്ന് ഞാൻ. ഇതിനേക്കാളൊക്കെ വലുത്
ഞാനെന്ന് പറയുന്ന വ്യക്തിയാ. എനിക്ക് ആ സെൽഫ് റെസ്പെക്ട് എനിക്ക് വേണം, അത് എനിക്ക് കളയാൻ പറ്റില്ല. ഈ ഒരു ഡിസിഷൻ എടുത്തത് സാൻഡ്ര ഒറ്റയ്ക്കാണോ അതോ വിൽസൺ ചേട്ടൻ ചേർന്നെടുത്താണ്? അപ്പൊ വിൽസൺ ചേട്ടൻ ഒരു കംപ്ലീറ്റ് എല്ലാത്തിനും എത്ര മല വന്ന് വീഴാൻ പോകുന്ന പറഞ്ഞാലും വിൽസൺ ചേട്ടൻ അന്നും പറഞ്ഞാണ് ഞാൻ അതിനെ വളരെ ഈസി ആയിട്ട് കാണാറുള്ളൂ. പുള്ളിയുടെ ഒരു വിൽ പവർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിൽ പവർ തന്നെയാണ്. ആ ഒരു സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം സത്യത്തിൽ ആദ്യം അച്ഛൻ സപ്പോർട്ട് ചെയ്തില്ല, എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്നല്ല, ആദ്യം എന്റെ അടുത്ത് പറഞ്ഞു കേസിനൊന്നും പോണ്ട, കേസിനൊന്നും പോണ്ട, നീ അവരോട് നല്ല 2 വർത്താനം പറ എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അത് ഞാൻ പറയുന്നുണ്ട്, അതിനനുസരിച്ച് അവരെന്നെ വീണ്ടും അവള് ഫോണിൽ കൂടെ പറയുന്നു. ഞാൻ നേരിട്ട് പോയിട്ട് ഞാൻ പറഞ്ഞു, എല്ലാരും അസോസിയേഷൻ ഉണ്ടല്ലോ അവരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞിട്ട് 2 വർത്താനം പറയണമെന്ന് പറഞ്ഞു എല്ലാരും മുന്നേ. നമ്മൾ അങ്ങനെ ഇത് വെറുതെ വിട്ടിട്ട് പോകാൻ പാടില്ല, നമ്മുടെ ഒരു എന്താ പറഞ്ഞ സെൽഫ് റെസ്പെക്ടിന്റെ കാര്യമല്ലേ. അപ്പൊ അങ്ങനെ പറയാനാ പറഞ്ഞത്. ആദ്യം കേസിന് പോകണ്ടെന്ന് പറഞ്ഞു, ആദ്യം അവരോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാരും അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ അവളുടെ. പക്ഷെ അതില് നിന്നില്ല. അതിൽ ഞാൻ അവരോട് പറഞ്ഞെന്നേ, ഞാൻ ഇവരോട് പറയും തോറുമാണ്, അതുകൊണ്ടാണ് അവരെന്നെ പുറത്താക്കിയത്, മനസ്സിലായോ? ഞാൻ അവരോട് പറയും തോറും അവരെന്റെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല, ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് അത്രയും വലിയ ബാക്കപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഇവരെല്ലാം വളരെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ പോലും പല മീഡിയാസും അവരുടെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് സാൻഡ്ര ഇന്നങ്ങ് പോവും, അല്ലെ നാളെ അങ്ങ് പോവും, ഞങ്ങളെ ഉണ്ടാവുള്ളൂ ഇവിടെ എന്നുള്ളതാണ് മീഡിയക്കാരെ പോലും പറഞ്ഞത്. ഇപ്പൊ ചേട്ടനാണെങ്കിലും ഈ സാൻഡ്രനെ പരിചയപ്പെട്ടു, നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ തന്നെ സാൻഡ്ര ഈ ഇൻഡസ്ട്രിയിൽ വന്നു, പ്രൊഡ്യൂസർ ആയ ഒരാളാണ്. അപ്പൊ ചേട്ടൻ പരിചയപ്പെടുമ്പോ തന്നെ ഈ ഒരു ഫീൽഡിൽ വന്ന ഒരാള്. പക്ഷെ ചേട്ടൻ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഈ തൊട്ട് മുന്നേ പറഞ്ഞ പോലെയും സാൻഡ്ര ഇപ്പോഴല്ല ആദ്യമായിട്ട് ഇങ്ങനത്തെ ഓരോ ഇഷ്യൂസും ഫേസ് ചെയ്യണത്. ഇതിനു മുന്നേ എന്തെങ്കിലുമൊക്കെ ഒന്നും പറഞ്ഞ് 2ഉം പറഞ്ഞ് ഒരുപാട് പലതും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ചേട്ടൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ ഈ ഫീൽഡ് തന്നെ വിട്, നിനക്ക് എന്തിനാണ് ഇത്ര സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽഡ്? ഇവള് പറയായിരുന്നു എനിക്ക് വേണ്ട, സിനിമ വേണ്ട, നമുക്ക് വേണ്ട. അപ്പൊ ഞാൻ പറയാതെ പറ്റത്തില്ല, നിനക്ക് അറിയുന്ന പണിയാണല്ലോ, അറിയുന്ന പണിയല്ല, നമുക്ക് അറിയുന്ന ഒരു ഇതാണല്ലോ, ഒരു പാഷൻ ഇതൊക്കെ ഉള്ളല്ലോ, അപ്പൊ അത് അതിൽ തന്നെ നിൽക്കാൻ പറഞ്ഞു. എനിക്ക് ഈ സ്ട്രെസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് വേണ്ട, എനിക്ക് സന്തോഷം കിട്ടും. നമുക്ക് എപ്പോഴും എങ്ങനെയാ സന്തോഷവും സമാധാനവും അതിലേക്ക് പോകും. അപ്പൊ എനിക്ക് സമാധാനം മിണ്ടാതെ വീട്ടിൽ ഇരുന്ന് പിള്ളേരെയും കളിപ്പിച്ച് പിള്ളേരുടെ കൂടെ അവര് കളിക്കുന്ന കാര്യങ്ങൾ നോക്കിയിരിക്കുക എന്നുള്ളതാണ് എന്റെ സന്തോഷം. ഞാൻ ആലോചിച്ചപ്പോ അവർക്ക് അങ്ങനെ ഇരിക്കാനും പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ പിള്ളേരെ നോക്കി അല്ലെങ്കിൽ വീട്ടിലിരിക്കുക അങ്ങനെ പറ്റത്തില്ല. ഇത്രയും നാള് അങ്ങനെ ഒരു ഇരിക്കേണ്ട വ്യക്തിയല്ല, അങ്ങനെ അവർക്ക് ഇരിക്കാനും പറ്റത്തില്ല. അവിടെ ഒരു സ്വഭാവം ക്യാരക്ടറും വെച്ചിട്ടൊക്കെ അവർക്ക് ഒരു 10 പേര് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം കാണണം. എനിക്കിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് നമുക്ക് ഇൻഫർമേഷൻസ് നമുക്ക് ഇതിങ്ങനെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വളരുന്നില്ലല്ലോ, ഡിപ്രഷൻ അടിച്ചു പോകും. നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഐസൊലേറ്റഡ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്കത് പിന്നെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ഒരാൾ കൂടെ നിന്ന് തന്നെയാണ് സാൻഡ്രയുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. പക്ഷേ ഈ അസോസിയേഷനിൽ ഇപ്പം ചേട്ടൻ എത്രത്തോളം മനസ്സിലാക്കിയാലും ഈ അസോസിയേഷൻ എന്ന് പറയുന്നതിനകത്ത് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അതേപോലെ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെയും ഒരു ഇൻഫ്ലുവൻസ് ഈ അസോസിയേഷനിലും ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവൊക്കെ നിങ്ങൾക്കും ഒക്കെ. ഇൻഫ്ലുവൻസ് അല്ല, അമ്മ എന്ന് പറയുന്ന അസോസിയേഷന്റെ ഉപസംഘടനയാണ് ഇതെന്നേ പറയാൻ പറ്റും. കാര്യം കംപ്ലീറ്റ് മാനേജ് കൺട്രോൾ ചെയ്യുന്നത് അവിടുന്നാണ്. ആണല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ലേഡി വന്നൊരു കാര്യം പറയുമ്പോൾ അത് അവർക്ക് ഒരു ഈഗോ പ്രോബ്ലം പോലെ, അത് അല്ലെങ്കിൽ നമ്മൾ അവരെ തിരിച്ചു പറയുമ്പോഴോ ഏതെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴോ അത് അവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഫൈറ്റ് ചെയ്ത് നിന്നേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം എന്റെ ഒരു നമ്മുടെ ആളുകളുടെ സ്വഭാവം അറിയാം, അവരെങ്ങനെ, അത് ഞാൻ നേരത്തെ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ കേസിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അച്ഛൻ്റെ ആറ്റിറ്റ്യൂഡ്, കേസ് കഴിഞ്ഞപ്പം എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയായിരുന്നു കേസിന് അച്ഛൻ ഇത് എങ്ങനെ ആദ്യം വേണ്ട എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കേസിന് പോയി കഴിയുമ്പം അച്ഛൻ ഇനി എങ്ങനെയായിരിക്കും എന്റെ അടുത്ത് വഴക്കുണ്ടാക്കുമായിരിക്കും, ബഹളം ഉണ്ടാക്കുമായിരിക്കും എന്നാണ്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ നാട്ടിലായിരുന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ഈ ചാനലുകാരും ഇതെല്ലാം എല്ലാരും ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു ഇനിയിപ്പൊ നീ ഒന്നും നോക്കണ്ട, എന്തായാലും ഇനി കുളിച്ച് കേറിയാ മതി എന്ന് പറഞ്ഞു. ഓക്കെ. പക്ഷെ ഈ അസോസിയേഷൻ ഞാൻ വട്ടോളിയായി. എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാല് ആദ്യം ഒന്ന് അവരോട് സംസാരിച്ച് നമ്മൾ എങ്ങനെയും ഒരു കോംപ്രമൈസ് എത്താൻ നോക്കാം. അതിന് നമ്മൾ ഒരുപാട് ശ്രമിച്ചെന്നേ. പറഞ്ഞ വെട്ട് 2 മറ്റേ എന്താ പറഞ്ഞ
മനസ്സിലായി എന്താ വെട്ടൊന്ന് നല്ലൊരു സ്റ്റൈൽ അങ്ങനെ എന്റെ സ്റ്റൈൽ അങ്ങനെ നമ്മുടെ ഒരു രീതി അങ്ങനല്ല അല്ലെ എന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനല്ല പിന്നെ നമ്മുടെ ഒരു ഒന്നും ഇവര് പറയാൻ കേൾക്കില്ല നമ്മൾ കേസിന് പോകാൻ ബാക്കി കാര്യങ്ങൾ നോക്കാം അങ്ങനെ അവളുടെ ഞാൻ പറഞ്ഞു 3 മാസം നമ്മൾ ട്രൈ ചെയ്തു ഇത് അവരൊരു സോറി പറയാൻ പോലും തയ്യാറായില്ല മാത്രമല്ല സോറി പറയുന്നതിന് പകരം അവരെന്നെ പുറത്താക്കാനാ നോക്കിയത് ഞാനത് മിണ്ടാതെ അതായത് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായി ഞാനത് ആരോടും മിണ്ടാൻ പാടില്ല എന്നാണ് അവര് പറയുന്നത് അതാണ് പ്രശ്നം അവിടെ തന്നെ വന്ന് പറഞ്ഞു കേട്ടോടെ നിൽക്കും അവിടെ തന്നെ വന്ന് വേറെയും സ്ത്രീകൾ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ പറഞ്ഞു അവരോടും പറയുന്ന ഇതാണ് ഇപ്പൊ ഞങ്ങൾ അറിഞ്ഞത് പറഞ്ഞു ഇനി ആരോടും പറയരുത് ഇനി ആരോടും പറയണ്ട ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസ് ബെയറേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നതാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് സ്ത്രീകൾ എവിടെ പോയി പറയും സ്ത്രീകൾ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നിർമ്മാതാക്കളാണ് ബാക്കിയുള്ളവർക്കൊക്കെ പറയാൻ സ്ഥലങ്ങളുണ്ട് നിർമ്മാതാക്കൾക്ക് പറയാൻ സ്ഥലമില്ല എംപ്ലോയേഴ്സിന് ഒരു സ്ഥലമില്ല പറയാൻ ശരിക്കും പൈസ ഇറക്കുന്നത് സിനിമ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നത് തന്നെ നിങ്ങളിൽ നിന്നാണ് ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് അപ്പൊ പ്രൊഡ്യൂസറിന് വേണ്ട ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ വേണ്ട ഒരു സീറ്റോ ബഹുമാനമോ ഒന്നും കിട്ടുന്നില്ല സീറ്റ് പോട്ടെ ഒന്ന് വിളിച്ചാ ഫോൺ എടുക്കണ്ടേ ആരെങ്കിലും കിട്ടത്തില്ലല്ലോ ഈ ഒരു നിർമ്മാതാക്കൾക്കും കിട്ടത്തില്ല കിട്ടണമെങ്കിൽ പിന്നെ അല്ലെ പിന്നെ ഈ ശിങ്കിടിയായിട്ട് നിൽക്കുന്ന ചില നിർമ്മാതാക്കളുണ്ടല്ലോ ഇപ്പം ചിലപ്പോ ഈ പോലുള്ള ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ കസേര വലിച്ചിട്ട് കൊടുക്കാനും വാതിൽ തുറന്നു കൊടുക്കാനും ആളെ തള്ളി മാറ്റാനും ഒക്കെ നിൽക്കുന്ന പോലത്തെ അങ്ങനെയുള്ളവർക്ക് ചിലപ്പം കിട്ടും അല്ലാത്തവർക്കൊന്നും കിട്ടില്ല അല്ലാത്തവർക്ക് എങ്ങനെയാണ് ഒരു വലിയ ആക്ടറിലേക്ക് എത്തുക അല്ലെങ്കിൽ ഈ പറയുന്ന നിർമ്മാതാക്കൾ വിളിച്ചാൽ എടുക്കില്ല ഫോൺ ആരും എടുക്കൂല ഈ ചില പ്രൊഡ്യൂസേഴ്സ് നമ്മൾ കാണാറുണ്ട് ആ ഒരു സിനിമ ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസറും ഒരു ഈ പറയുന്ന പോലെ നടനോ അല്ലെങ്കിൽ ആ ടീമുമായിട്ട് തന്നെ ഒരു ഹിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാക്ക് ടു ബാക്ക് ആ ഒരു സെയിം ടീം അടുത്ത സിനിമകൾ ഇറക്കുന്നു ചിലപ്പോൾ അവരുടെ തന്നെ വീണ്ടും വീണ്ടും പല സിനിമകൾ കാണാം സാൻഡ്രയുടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടീമിന്റെ കൂടെ തന്നെ പിന്നെ ഒരു ബാക്ക് ടു ബാക്ക് അങ്ങനെ കാണാറേ ഇല്ല ഓരോ പ്രാവശ്യം സാൻഡ്ര പ്രൊഡക്ഷൻസ് വരുമ്പോൾ ഡിഫറെന്റ് ടീമുമായിട്ടാണ് വരുന്നത് അതിന്റെ പിന്നിലുള്ള കാര്യമോ ടീം എന്ന് പറയുമ്പോൾ ഡയറക്ടർ ആയിരിക്കും മാറിയേക്കുന്നത് ഈ ടെക്നീഷ്യൻസ് കുറെ പേരൊക്കെ എല്ലാവരും ഒരുമാതിരി എല്ലാം സെയിം ആയിരിക്കും ഡയറക്ടേഴ്സ് ഞാൻ പുതിയ ഡയറക്ടേഴ്സിനെ വെച്ചിട്ടാണ് സിനിമ ചെയ്യാറ് പിന്നെ ആക്ടേഴ്സ് ആണെങ്കിലും ഒരുമാതിരിപ്പെട്ടവരെയൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നമുക്കറിയാം അതായത് കഴിഞ്ഞ പടത്തിൽ വലിയ പ്രശ്നമില്ലാതെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെ അടുത്ത പടത്തിലും ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഓരോ സിനിമയ്ക്കും പറ്റുന്ന കഥാപാത്രത്തെയാണ് നമ്മൾ കാര്യം നമ്മുടെ അടുത്ത് പ്രോജക്റ്റ് ആയിട്ടല്ല വരുന്നത് കഥയായിട്ട് വന്ന് അതിൽ നിന്ന് ഡെവലപ്പായി ഓക്കെ ഇതിന് പറ്റിയ ആളാരാ അപ്പൊ ഇന്ന ആള് അപ്പൊ നമുക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇതുവരെ വർക്ക് ചെയ്യാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാം അതും ഉണ്ട് കേട്ടോ പിന്നെ ഡയറക്ടേഴ്സ് മാത്രമേ മാറൂ ടെക്നീഷ്യൻസ് മിക്ക സിനിമകളിലും സെയിം നമ്മളൊന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം ടീമുമായിട്ട് തന്നെ അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാം എളുപ്പമുണ്ടാവും അതെ നമുക്ക് വലിയ തലവേദന തരുന്നില്ല നമ്മുടെ കൂടെ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൂടെ തന്നെ മുന്നോട്ട് പോകണം അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കൊള്ളാവുന്ന ആക്ടേഴ്സും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒന്നും ഈ സംഘടനകളുടെ ഒന്നും ഭാഗമല്ല ശ്രദ്ധിച്ചു നോക്കൂ നല്ല സിനിമകളും നല്ല ഹിറ്റുകളും കൊടുത്തേക്കുന്ന ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ഒരു സംഘടനകളുടെയും ഭാഗമല്ല അതെന്തുകൊണ്ടാ അത് ചിന്തിക്കേണ്ട വിഷയല്ലേ അതാ അവർക്കറിയാം അതിന്റെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടില്ല ഇപ്പത്തെ മലയാള സിനിമകൾ എന്ന് പറയുന്നത് 1 കോടിയിലൊന്നും നിൽക്കില്ല മിക്കതും അതാ പറഞ്ഞ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് 50 ലക്ഷത്തിൽ ചെയ്ത മൂവികളും കാര്യങ്ങളെല്ലാം പക്ഷെ ഇന്നെന്ന് പറയുന്നത് എല്ലാം 5, 7, 10, 15 കഴിഞ്ഞു അല്ല ഏറ്റവും മിനിമം ഞാൻ പറഞ്ഞത് അതിൽ നിന്നുള്ള കയറ്റമാണ് നമ്മൾ കേൾക്കുന്ന എല്ലാം വലിയ കോടികളുടെ കണക്കാണ് അല്ലാതെ ചെറിയ എമൗണ്ട് ഒന്നും നമ്മൾ കേൾക്കുന്ന പോലും ഇല്ല അപ്പോൾ ഒരു പ്രൊഡ്യൂസർ നിങ്ങൾ ഈ ഫണ്ട് ഇറക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ടെൻഷൻ നിങ്ങളുടെ കയ്യിൽ നിന്നുമുള്ള ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുമാണ് നിങ്ങളൊരു 15 കോടിയോ അല്ലെങ്കിൽ അത്ര ഇറക്കണത് അത് തിരിച്ചു പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഫേസ് ചെയ്യണ ഒരു ടെൻഷനും അതെ ഇപ്പം ടെൻഷൻ പോട്ടെ ഇത് പോട്ടെ ഈ തിരിച്ചു പിടിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഇപ്പൊ ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ സിനിമ 3.5 കോടിക്ക് പ്ലാൻ ചെയ്ത സിനിമയാണ് 7 കോടിയായി നേരെ ഡബിള് ഇത് അതും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്നെ പോലെ ഒരു പ്രൊഡ്യൂസർക്ക് വന്നൊരു കാര്യം തന്നെ അപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ ഇപ്പൊ ഞാൻ ആക്ടർ പറയുന്നില്ല ഒരു ആക്ടർ പടം നടക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ 4 കോടി രൂപയ്ക്ക് തുടങ്ങിയ സിനിമയാണ് 12 കോടി രൂപ ആക്ടർ പ്രൊഡ്യൂസറാ അതായത് മെയിൻ ലീഡ് ആക്ടറാണ് വലിയ ആക്ടറാണ് ആക്ടർ പ്രൊഡ്യൂസറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പടമാണ് 4 കോടിക്ക് തുടങ്ങിയ സിനിമ 12 കോടിയിൽ നിന്നിട്ടില്ല
അതാണ് അതാണ് ഇപ്പോഴത്തെ സിനിമയുടെ അവസ്ഥ. അതായത് കുറെ പേര് പണി പഠിക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് ഇത് വിട്ടുപോകാതെ ആ ഒരു ഫിയർ ഇങ്ങനെ നിന്നിട്ട് വരും. എന്താ പറയുക, ഇത് ഇപ്പൊ പലരും പറയും പിന്നെ എന്തിനാ ഈ പണി ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ജോലി ഇതാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചേക്കുന്നത് നമുക്ക് അറിയാവുന്നതും ഇതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേറൊരു ഇൻഡസ്ട്രി പോയി വേറൊരു കാര്യം ചെയ്യാൻ ഒരു ഫിയർ ഉണ്ടാവും. മനസ്സിലായി? കാര്യം നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന പണി ഇതാണ്. അപ്പൊ നമ്മള് ആ വർക്ക് സ്പേസ് നമ്മൾ നന്നാക്കി എടുക്കുന്നതിന് പകരം അവിടുന്ന് അതിനെ ഭയന്ന് ഓടാനായിട്ട് എനിക്കൊന്നും മൈൻഡ് അനുവദിക്കുന്നില്ല. എന്തിനാ നമ്മൾ ഭയം ഓടേണ്ട? ഇത് നമ്മുടെയും കൂടെ വർക്ക് സ്പേസ് ആണ്. അവിടെ എനിക്ക് എന്റേതായ സ്ഥാനമുണ്ട്, അത് ഞാൻ നേടിയെടുത്തിരിക്കും. അതിനകത്ത് ആരൊക്കെ എന്തൊക്കെ ഇത് ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കാനുള്ള ആളാണ്. ഞാൻ ഇവിടെ നിൽക്കുകയും ഫൈറ്റ് ചെയ്യണം, സ്ട്രോങ് ആയിട്ട് നിൽക്കാം. ഓക്കെ, നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോകാം. ഒരു സെഗ്മെന്റ് അതുണ്ടോ എന്തായാലും കൂടെ. ഓക്കെ, സെഗ്മെന്റിന്റെ പേര് പറയാതെ വയ്യ. ഓക്കെ, സ്ത്രീ ശാക്തീകരണം എത്രത്തോളം പൊക്കിപ്പിടിച്ചാലും സിനിമാ മേഖലയിൽ ഉൾപ്പെടെ സ്ത്രീ എന്നും പിന്തള്ളപ്പെടുന്നവളാണ് എന്ന് തോന്നി. ചേട്ടനും തോന്നുന്നുണ്ട്? അതിലാണ് ഏറ്റവും കൂടുതൽ. ബാക്കിയുള്ളിടത്തൊന്നും ഇത്രയില്ല. കാര്യം ബാക്കിയുള്ള ജോലി സ്ഥലങ്ങളിലോ ഒന്നും കാര്യം കുറച്ചുകൂടെ ഒക്കെ ഒരു റെസ്പെക്ട് കൊടുക്കും സ്ത്രീകൾക്ക്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഇവരുടെ കനിവിന് വേണ്ടി നിൽക്കേണ്ടവരാണല്ലോ സ്ത്രീകൾ പലപ്പോഴും. ഇപ്പം ആക്ടിങ്ങിൽ വന്നവരാണെങ്കിലും ഒക്കെ. ഇപ്പൊ എന്റെ ഈ ഇഷ്യൂ വന്നതിന് ശേഷം എത്രയോ സ്ത്രീകളാണെന്നറിയോ എന്നെ വിളിച്ച് സംസാരിച്ചേക്കുന്നത്. ഒരു സ്ത്രീക്കാണ് മറ്റേ സ്ത്രീനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പുരുഷന്മാർക്ക് അത്ര അളവിൽ ഒരു സ്ത്രീനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതിനോട് യോജിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. വിളിക്കുന്നതില് ഞാൻ എല്ലാ കാര്യവും ഓപ്പൺ അപ്പ് ചെയ്ത് എന്റെ കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്ത് ഞാൻ പറയുന്ന സ്ത്രീകളോടെ ഉള്ളൂ. പുരുഷന്മാർക്ക് അത് മനസ്സിലാവുന്ന മാത്രമല്ല, ചിലർ ന്യൂസ് പിടിക്കാൻ വിളിക്കുന്നതുമായിരിക്കാം. മനസ്സിലായോ? ഭയങ്കര കൂടെ നിന്ന് പറയുന്നത് പോലെ. കാര്യം അവരെയും നമ്മൾ കാണുന്നുണ്ടല്ലോ വർഷങ്ങളായിട്ട്. അപ്പൊ നമ്മുടെ കൂടെ കട്ടക്ക് കൂടെ ഉണ്ട്, ഇങ്ങനെ തന്നെ വേണം, ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇനി അടുത്ത മൂവ്മെന്റ് എന്താ എന്നിട്ട് ചോദിച്ചിട്ട് പോകും. മനസ്സിലായോ? അതുണ്ട്. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾ അതിനുവേണ്ടി വിളിച്ചാൽ പോലും ഇപ്പം ന്യൂസ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ത്രീ വിളിക്കുന്നതെങ്കിൽ പോലും നമ്മളോട് സംസാരിച്ചു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ ഇത് എവിടെയോ അനുഭവിച്ചിട്ടുണ്ട്, എനിക്കിത് എവിടെയോ ഞാൻ കടന്നു വന്നൊരു വഴിയാണിത്. അപ്പൊ അവർക്കത് കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് സ്ത്രീകളെ ഞാൻ അവിശ്വസിക്കുകയില്ല. കാര്യം എനിക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എന്താന്ന് സ്ത്രീകൾക്കറിയാം, മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പുരുഷന്മാർക്ക് അത് പറ്റില്ല. അവരതിനെ എപ്പോഴും നെഗറ്റീവായിട്ട് കാണാം. അല്ല ഇവളെന്തിനാ ഇങ്ങനെ കടന്ന് ചിലക്കേണ്ട ആവശ്യമില്ല. പലരുടെയും കമന്റുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും പണിയെടുത്താൽ പോരെ, അല്ലെ എന്തിനാ ഇവരുടെ അടുത്ത് അല്ലെങ്കിൽ ആ പടം പൊട്ടിയ പടമായിരുന്നു, പിന്നെ പൊട്ടിയ പടത്തിനെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനല്ല. പൊട്ടിയ പടമാണെങ്കിൽ ആ പടത്തിന് ഡിസേർവ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് കിട്ടിയില്ല. ഞാൻ എന്റെ പണി വൃത്തിയായിട്ട് ചെയ്യണമല്ലോ, അല്ലേ? എന്നിട്ട് വേണ്ട ഞാൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പം എന്റെ പാതി എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിന്റെ വിഷമാണ് എനിക്ക്. മനസ്സിലായോ? അതിപ്പോ എന്നെ അവര് ചതിച്ചു. എന്നെ ചതിച്ചതാണ്. എന്നെ ചതിച്ച് എന്നെ കൊണ്ട് ആ ഡിസ്ട്രിബ്യൂഷൻ കൊടുപ്പിച്ച് എന്റെ പടം മോശമാക്കി കളഞ്ഞു. ഇത് എന്നോട് മാത്രമല്ല ചെയ്തേക്കുന്നത്, ഇതിനു മുമ്പും അവർ ചെയ്ത് ടെസ്റ്റഡ് ആൻഡ് ട്രൈഡ് ഫോർമുലയാണത് അവരുടെ. ഈ ടെസ്റ്റഡ് ആൻഡ് ട്രൈഡ് ഫോർമുല എൻ്റെ അടുത്തും അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഓക്കെ ഞാൻ അതിൽ ബലിയാടായി എന്ന് വെച്ച് മിണ്ടാതിരിക്കാൻ ഞാൻ തയ്യാറായില്ല. അതിന് ഞാൻ തയ്യാറുമല്ല. ഞാൻ ഫൈറ്റ് ചെയ്യും. അത് നിങ്ങൾ എത്ര പേരെ കൂലിക്ക് ആളെ നിർത്തി എഴുതിപ്പിച്ചാലും പറഞ്ഞാലും ഞാൻ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യും. ഓക്കെ, എന്തായാലും എല്ലാം കാണുന്നുമുണ്ട്, കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുമുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒന്നും നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നില്ലാതെ ഉള്ളൊരു പോക്കും. സൊല്യൂഷൻ കിട്ടായികയല്ല. ഇപ്പൊ അവരിപ്പോ ഡെസ്പെറേറ്റ് ആയിട്ട് കിടന്ന് പലരെയും വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ചാനലുകാരെ വിളിക്കുന്നുണ്ട്, മന്ത്രിമാരെ വിളിക്കുന്നുണ്ട്. എല്ലാരും വിളിച്ചിട്ട് അവരുടെ കൂടെ നിൽക്കണം. ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ പേഴ്സണലി അവരോട് വിളിച്ച് പറയുന്നുണ്ട് ചെയ്യരുത്, എന്റെ കൂടെ നിൽക്കരുത്, അങ്ങനെയാണ്. അതായത് ബേസിക്കലി ഈ എന്താ ഒരു ഇതുണ്ടല്ലോ, എന്താ വെടക്കാക്കി തനിച്ചാക്കുക എന്ന് പറഞ്ഞ പോലെ എന്നെ ഒറ്റപ്പെടുത്തി ഇത് ചെയ്യാന്നുള്ളതാണ്. എന്ത് വേണേലും ചെയ്യാം. എനിക്ക് ചിരിയാ വരുന്നത് ഇതൊക്കെ കാണുമ്പോ.
കാര്യം ഞാനത് സഫർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ വേറൊരു പോയിന്റിലെത്തി. എന്നെ അങ്ങനെ ഒന്നും അവർക്ക് തളർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പലരും ഇപ്പൊ എന്നോട് ഞാൻ കേസായിട്ട് മുന്നോട്ട് പോയപ്പോ ഞങ്ങളും കൂടെ വരാം, ഞങ്ങളും ഇത് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഞാൻ മാത്രം മതി. കൂടുതൽ ആൾക്കാർ വന്നാൽ ഞാൻ തളരും. പുതുമുഖങ്ങളെ വെച്ച് യൂട്യൂബിലാണെങ്കിലും സിനിമ റിലീസ് ചെയ്യും എന്ന് പറഞ്ഞ പ്രസ്താവന പിൻവലിക്കുകയും സംഘടനയില്ലാതെ അഭിനേതാക്കളെ വിളിച്ച് സിനിമ ചെയ്യാൻ കഴിയും എന്ന ബോധ്യം വന്നിട്ടുണ്ട് ഇപ്പോൾ. ആ ക്വസ്റ്റിനകത്ത് എന്തോ ഒരു എന്തൊക്കെയുണ്ട് അത് 2 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, പുതുമുഖങ്ങളെ വെച്ച് യൂട്യൂബിലാണെങ്കിലും ഞാൻ സിനിമ റിലീസ് ചെയ്യും. അത് യൂട്യൂബ് നല്ല വരുമാനമുള്ള ഇതല്ലേ. യൂട്യൂബിൽ എന്തെല്ലാം ഇപ്പം സാറ്റലൈറ്റോ അല്ലെ തിയേറ്റർ മാത്രമല്ലല്ലോ റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്ക് OTT ഉണ്ട്, പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. OTTയിൽ തന്നെ പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പം അങ്ങനെ സിനിമകൾ ചെയ്യാം. അതിലെനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇപ്പം അസോസിയേഷനിൽ നിന്ന് പുറത്താക്കിയല്ലോ, അപ്പൊ ഇനി അസോസിയേഷൻ ഇല്ലാതെ ഞാൻ അഭിനേതാക്കളെ വിളിച്ച് സിനിമ ചെയ്യാൻ എനിക്ക് കഴിയും? ഉറപ്പായിട്ടും പറ്റും. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആവശ്യമില്ല ഇവിടെ ഒരു സിനിമ ചെയ്യാനായിട്ട്. ഇല്ലാതെ ആർക്കും ചെയ്യാം. അസോസിയേഷൻ മെമ്പർ ആവണമെന്നില്ല. ഞാൻ ചേംബറിന്റെ ഭാഗമാണല്ലോ. അല്ലെ, ഈ ചേംബറിൽ നിന്നും പുറത്തേക്ക് ഞാൻ സൗത്ത് ഇന്ത്യൻ ചേംബറിൽ പോയി മെമ്പർഷിപ്പ് എടുത്ത് സിനിമ ചെയ്യും. അതിപ്പം അങ്ങനൊന്നും എന്നെ ഭയപ്പെടുത്തി ഒന്നും ചെയ്യാൻ അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കിയാർന്ന് എനിക്ക് അങ്ങ് വിഷമം അതൊന്നുമില്ല. എന്നോട് കാണിച്ച ഡിസ്റെസ്പെക്റ്റിനാണ് എന്റെ പ്രശ്നം. അതല്ലാതെ എന്നെ അസോസിയേഷനിൽ നിന്ന് പുറത്താക്കി ഈ അസോസിയേഷനകത്ത് കയറി ഇരുന്നിട്ട് ഒന്നും മലമറിക്കാനില്ല. അതിനകത്ത് ചെയ്യുന്ന ചിലരുടെ പേഴ്സണൽ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഘടനയാണത്. അതല്ലാതെ എന്താ പറയാ, ഞാൻ അതിനകത്തോട്ട് ഇനി കേറിയിട്ട് അതിനകത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യണം അങ്ങനെയല്ല. പക്ഷെ സ്ത്രീകൾ വരണം എന്ന് എനിക്കുണ്ട്. ഒരു ഗ്രൂപ്പ്, അതായത് പുരുഷന്മാരുള്ളതിന്റെ ഒരു 40% സ്ത്രീകൾ, 50% വേണ്ട, ഒരു 40% എങ്കിലും സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ സ്ത്രീകൾ പ്രശ്നങ്ങളുമായി വരുന്ന സമയത്ത് സ്ത്രീകൾ എന്താ പറയുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. പുരുഷന്മാർക്ക് ഇത് മനസ്സിലാവില്ല. അവരത് വേറെ രീതിയിലാണ് മനസ്സിലാക്കണത്. പിന്നെ ഇവരൊരു കാര്യത്തെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, ഭയപ്പെടുത്തുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഭയപ്പെടുത്തിയൊന്നും ആരെ കൊണ്ട് ഒരു കാര്യം സാധിപ്പിച്ചെടുക്കരുത്. ഇതൊക്കെ ഇവർക്ക് കുറെ നാളുകളായിട്ടുള്ള ഇവരുടെ ഗുണ്ടായിസമാണ്. മനസ്സിലായി? ഈ ഗുണ്ടായിസവും ആഡംബിത്തരവും ഒക്കെ കൊണ്ട് ആളുകളെ ഭയപ്പെടുത്തി കാര്യം സാധിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു രീതി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വർഷങ്ങളായി നടന്നു പോകുന്ന കാര്യമാണ്. പല മെമ്പേഴ്സിനെയും ദേഹോപദ്രവം വരെ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? പിടിച്ച് അടിക്കുകയും ദേഹോപദ്രവം വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ മീറ്റിംഗ് നടന്നെന്ന് പറഞ്ഞില്ലേ, ആ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞില്ലേ ചോടി ഡെസ്കിലൊക്കെ അടിച്ചെഴുന്നേക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നത്. അതിന്റെ അടുത്ത ആഴ്ചത്തെ മീറ്റിംഗിൽ ഈ അടിച്ച ഡെസ്ക് ഒടിഞ്ഞ് താഴെ വീണു, ഗ്ലാസ് പൊട്ടി താഴെ. അത്രയ്ക്ക് വലിയ അടിയാ അടിക്കുന്നേ, ചെറിയ അടിയൊന്നും അല്ല. അടിച്ച് അത്രയും വലിയ ടേബിള് പൊട്ടിപ്പോവാന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി, എന്തടിയായിരിക്കും ഇവർ അടിക്കുന്നതെന്ന്. അതില് ഭയപ്പെടാതിരിക്കും ഒരാള്. അങ്ങനെ അടിച്ചൊക്കെ ബഹളം വെക്കുക, ബുക്കൊക്കെ വലിച്ചെറിയുക, അങ്ങനത്തെ ഒരു സാധനമൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഭയപ്പെടുത്താണ്. ഒരു സ്ത്രീ ഇവിടെ വന്നിരിക്കുമ്പോ എത്രയൊക്കെ അവര് ബോൾഡാണെന്ന് പറഞ്ഞാലും ഒരാണ് ഇങ്ങനെ കിടന്ന് തുള്ളുമ്പോ ആരാ ഭയക്കാത്തത്? അവര് പേടിച്ചു. ഞാൻ പലപ്പോഴും കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേടിച്ച് ഞാൻ കണ്ണ് നിറഞ്ഞിട്ട് എന്നിട്ട് കാണരുതല്ലോ, ഇവര് കണ്ടാ നാണക്കേടല്ലേ. എന്നിട്ട് എന്നിട്ട് കാണാത്ത പോലൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആലോചിക്കും, അവിടെ നോക്കും ഇവിടെ നോക്കും. എന്നിട്ട് ഇവരെന്തും നമ്മളെ പേടിപ്പിക്കുകയാണ്. ഈ പേടിപ്പിക്കുന്നവരല്ല നമ്മളെ കൊണ്ട് കാര്യം സാധിപ്പിക്കുക. എന്നിട്ട് നമ്മളോട് സ്നേഹത്തോടെ രണ്ടുപേരും വന്ന് നമ്മളെ തലോടും. അവര് വന്ന് അവർക്ക് വേണ്ട കാര്യം നമ്മളെ കൊണ്ട് സാധിപ്പിച്ചെടുക്കും. അപ്പൊ ഭയന്നിരിക്കുന്ന നമ്മളെ ആ സമയത്ത് ഉപയോഗിക്കുകയാണ്. മനസ്സിലായോ? അത് ഇവിടുത്തെ രീതി അതാണ്. പല സ്ത്രീകളും അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും ഇത്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ അവർക്ക് കണക്ട് ആവും. അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് മനസ്സിലായി. ഇപ്പം ആക്ടേഴ്സ് ആയിട്ടുള്ളവരും ടെക്നീഷ്യൻസ് ആയിട്ടുള്ളവരും നിർമ്മാതാക്കളായിട്ടുള്ളവരും ഒക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും ഇത്. ഞാൻ പലവട്ടം അനുഭവിച്ചിട്ടുള്ള ആളാന്നേ, ഒരു പ്രാവശ്യം അല്ല, ഞാൻ പലവട്ടം അനുഭവിച്ചിട്ടുണ്ട് ഇത്. ശരിക്കും ഗട്ട്സ് വേണം നിൽക്കണമെങ്കിൽ അല്ലേ? പലരുടെയും ആഴത്തിലുള്ള രഹസ്യങ്ങൾ അറിയാം എന്നത് ജീവന് പോലും ഭീഷണിയാണ്. അതെ, ആണ്. പലരുടെയും പല കാര്യങ്ങളും അറിയാം. എന്തൊരവസ്ഥയാണ്. നമുക്കത്
സത്യങ്ങൾ അറിയാൻ അതൊന്നും ഞാൻ തേടിപ്പോയതല്ല ഒന്നാമത്തെ കാര്യം. ഞാൻ ഇതൊക്കെ എൻ്റെ അടുത്തേക്ക് വന്നു പെട്ടതാണ്. ഇനിയിപ്പം നമ്മൾ തേടിപ്പോയി കണ്ടുപിടിച്ചതാണെങ്കിൽ ഓക്കെ എന്ന് വെക്കുക. ഇത് അങ്ങനെയുമല്ല. ഇത് നമ്മുടെ അടുത്തേക്ക് വന്ന കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിതൊന്നും ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ലാത്തത് കൊണ്ട് ഞാനത് പുറത്തേക്ക് പറയാനും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അതിന്റെ ആവശ്യവുമില്ല.